കൂലി അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. കേരളത്തിൽ സിനിമയുടെ ബുക്കിംഗ് തുടങ്ങി 1 മണിക്കൂറിൽ 1 കോടി നേടി. ഓരോ മണിക്കൂറിലും സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് ആണ് ലഭിക്കുന്നത്. ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചത് മുതൽ ബുക്കിംഗ് ആപ്പുകളിൽ ആരാധകരുടെ തിക്കും തിരക്കുമാണ്. ഒരു രക്ഷയുമില്ല. ആറാടുകയാണ് രജനീകാന്തിന്റെ കൂലി എന്ന ചിത്രം. ഫാൻ തിയറികൾക്കൊക്കെ ഒരു പരിധിയില്ലേ? കൂലി ടൈം ട്രാവൽ സിനിമയാണോ എന്നുള്ള ചോദ്യമൊക്കെ ഇപ്പോൾ ഉയരുകയാണ്. തിയേറ്റർ ഇളക്കിമറിക്കാൻ കൂലി അതാ എത്തുകയാണ്. ആദ്യ ഷോ തന്നെ കാണേണ്ടേ? എങ്കിൽ റെഡിയായിക്കോ നിങ്ങൾ. അഡ്വാൻസ് ബുക്കിംഗ് തകർത്തു മുന്നേറുകയാണ്. കൂലി എന്ന ചിത്രം കാണുമ്പോൾ തിയേറ്ററിൽ വിസില് പറക്കുമെന്ന് ഉറപ്പാണ്. ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച രജനീകാന്ത് നായകനായി വരുന്ന കൂലിയുടെ ടീസർ പുറത്തെത്തിയതിന് പിന്നാലെ ചിത്രത്തിന്റെ വരവിനായി ആരാധകർ കാത്തിരിക്കുകയാണ്. ഓഗസ്റ്റ് 14-നാണ് തിയേറ്ററുകളിൽ ചിത്രം എത്തുന്നത്. കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ള ചിത്രമാണ് കൂലി. സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമീർ ഖാനും അതിഥി വേഷത്തിലെത്തുന്നു. ലോകേഷ് സ്റ്റൈലിലുള്ള ഒരു പക്ക ആക്ഷൻ എന്റർടൈനർ തന്നെയാകും കൂലി എന്ന സൂചനകളാണ് കഴിഞ്ഞ ദിവസം എത്തിയ ട്രെയിലർ വ്യക്തമാക്കുന്നത്. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ തുടങ്ങുന്നത് തന്നെ സൗബിന്റെ ഇൻട്രോയിലൂടെയാണ്. തുടർന്ന് രജനീകാന്തിന്റെ മാസ് ഇൻട്രോയും. പിന്നാലെ ഉപേന്ദ്ര, അമീർ ഖാൻ, സത്യരാജ്, നാഗാർജുന തുടങ്ങിയവരെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ട്രെയിലറിൽ സംഘടനകൾ കൊണ്ട് നിറഞ്ഞ രംഗങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ലോകേഷ് കനകരാജിന്റെ തന്നെ ഏറ്റവും ബിഗ് ക്യാൻവാസ് ചിത്രം തന്നെയാണ് കൂലി എന്നതിൽ ഒരു സംശയമില്ല. ഇപ്പോഴിതാ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് തകർത്തു മുന്നേറുകയാണ്. കേരളത്തിൽ സിനിമയുടെ ബുക്കിംഗ് തുടങ്ങി 1 മണിക്കൂറിൽ 1 കോടി നേടിയിരിക്കുകയാണ് തലൈവർ. 64,000-ലധികം ടിക്കറ്റുകളാണ് ഇതിനകം തന്നെ സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത്. ഓരോ മണിക്കൂറിലും സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് ലഭിക്കുന്നുണ്ട്. ജയിലറിന് കേരളത്തിൽ ലഭിച്ച സ്വീകാര്യതകൾ വലുതാണ് കൂലിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചതു മുതൽ ബുക്കിംഗ് ആപ്പുകളിൽ ആരാധകരുടെ തിക്കും തിരക്കുമാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് മാത്രം നല്ല തുക കളക്ഷൻ നേടുമെന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതും. കൂലിയുടെ ആദ്യ പ്രദർശനം ഇന്ത്യൻ സമയം പുലർച്ചെ 4:01 ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കേരളത്തിൽ രാവിലെ 6 മണി മുതലാണ് കൂലിയുടെ ആദ്യ ഷോ തുടങ്ങുന്നത്. HM അസോസിയേറ്റ്സ് ആണ് സിനിമ കേരളത്തിൽ എത്തിക്കുന്നത്. സിനിമയുടേതായി പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റിനും ആരാധകരിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ട്. നിലവിൽ UK ബോക്സ് ഓഫീസിൽ നിന്ന് 20,000-ലധികം ടിക്കറ്റുകൾ കൂലി വിറ്റുവെന്നും റിപ്പോർട്ടുണ്ട്. നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, UK എന്നിവിടങ്ങളിൽ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ചിത്രം തിയേറ്ററുകളിൽ എത്തും മുമ്പ് തന്നെ നിലവിലെ റെക്കോർഡുകളെല്ലാം തകർത്തെറിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഓവർസീസ് മാർക്കറ്റിലും സിനിമയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. 3 മണിക്കൂറിനടുത്താണ് സിനിമയുടെ ദൈർഘ്യം. എന്തായാലും കൂലി എന്ന രജനീകാന്ത് ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ മുൻപുള്ള അല്ലെങ്കിൽ നിലവിലുള്ള റെക്കോർഡുകൾ എല്ലാം തകർത്തെറിയുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.